എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ PLCയുടെ എല്ലാം കൺട്രോൾ വയറിങ് എങ്ങനെ ചെയ്യാമെന്ന് തിയററ്റിക്കലി സർക്യൂട്ടെല്ലാം വരച്ച് നമ്മളത് പഠിച്ചിരുന്നു. ഇന്ന് നമ്മളത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഇതെങ്ങനെയെല്ലാം വയർ ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഞാനെൻ്റെ ഒരു കൺട്രോൾ ബോർഡ് ഒരു പാനൽ ബോർഡിൻ്റെ സ്റ്റേഷൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഡെമോ ആയിട്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് വയറിങ് എല്ലാം ചെയ്ത് ഒരു സിമ്പിൾ ഒരു ലോഡ് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ചെയ്തെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വയറിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്തത് അത് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. കാരണം ഓവറായിട്ട് വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു പാനൽ ബോർഡിൻ്റെ ഒരു മെയിൻ സപ്ലൈ ആണ്, കൺട്രോൾ ബോർഡാണ്. ഞാൻ MCB ആണ് യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, 220 സപ്ലൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ ഓൾറെഡി കൊടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സിംഗിൾ ഫേസ് സപ്ലൈ നമ്മുടെ SMPSലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ SMPSൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 220 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇത് ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് 24 വോൾട്ട് കിട്ടും ഈ SMPS. ഓക്കെ, കാരണം നമ്മുടെ PLC വർക്ക് ചെയ്യുന്നത് 24 വോൾട്ടിലാണ്. അപ്പോൾ നമ്മളതിന് മുന്നേ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യണം, കറക്റ്റ് 24 ആണോ വരുന്നില്ല എന്നുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ PLC ചിലപ്പം ഡാമേജ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ SMPSലേക്ക് സപ്ലൈ വന്നിട്ടുണ്ട്, കറക്റ്റാണ് 230 സപ്ലൈ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ആയിട്ടുണ്ട്, ഔട്ട്പുട്ട് നമ്മുടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DC-യിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനത്തെ ആദ്യത്തതും സെക്കൻഡ് ലാസ്റ്റ് എന്നാണ് പ്ലസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു 24 വോൾട്ട് കറക്റ്റായിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്താ ധൈര്യമായിട്ട് PLC-യിലേക്കുള്ള കണക്ഷൻ നമുക്ക് ചെയ്യാം. ഇത് നമ്മുടെ PLC-യുടെ കൂടെ കിട്ടുന്ന ഒരു ടെർമിനലാണ്, ഈ വയർ ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. കാരണം നമ്മുടെ PLC-യുടെ താഴെ വശത്താണ് നമ്മൾ ഇതുപോലെ പിന്നിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് 24 വോൾട്ട്. അപ്പോൾ ഞാൻ ഈ പിൻ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കാണുന്ന ഈ റെഡ് വയറുണ്ടല്ലോ, ഈ റെഡ് വയറാണ് നമ്മുടെ 24 പ്ലസിലേക്കും, ഇത് 0 വോൾട്ടും ഇത് ഗ്രൗണ്ടുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സപ്ലൈയിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്ലസ് എന്ന് പറയുന്നത് ഇതാ വരുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി പവർ ഓഫ് ചെയ്തിട്ടുണ്ട്, എങ്കിൽ പോലും ഇതിനകത്തുള്ള കപ്പാസിറ്റർ ചാർജ് കാരണം ഇത് ഷോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നെഗറ്റീവ് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ SMPSൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ കൊടുത്തിട്ടുണ്ട്, കാരണം ഇതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ള ഒരു വയർ എന്ന് പറഞ്ഞ് എർത്താണ്. നമ്മളതിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നില്ല, എങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ടെർമിനൽ കൊടുത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ചെയ്ത വയറിന് ഞാനൊന്ന് വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് ഈ പാനലിൻ്റെ അകത്തോട്ടൊന്ന് വെക്കട്ടെ. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പാനലിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, PLC-യിലേക്ക് വേണ്ട സപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ SMPS ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, 24 വോൾട്ട് വരുന്നുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. പവർ ലൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ റൺ ബട്ടൺ അതിൻ്റെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇത് റൺ ബട്ടൺ വരും. ഓക്കെ, അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും PLC-ക്കുള്ള സപ്ലൈ വന്നിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ലൈറ്റ് കത്തുന്നതുണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ PLC വരേക്കുള്ള വയറിങ് കഴിഞ്ഞിട്ടുണ്ട്, പവർ സപ്ലൈയുടെ വയറിങ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇൻപുട്ട് വയറിംഗ് ആണ്. നമ്മുടെ പുഷ് ബട്ടൺ അല്ല നമുക്ക് ഇൻപുട്ട് സിഗ്നലായിട്ട് PLC-യിലേക്ക് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആദ്യത്തെ ഒരു ബട്ടൺ ഞാൻ കഴിഞ്ഞ തിയറി പറഞ്ഞില്ലേ, S/S സിങ്ക് ഓർ സോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യും, സോഴ്സ് കണക്ട് ചെയ്യും, അതായത് ഒരു നെഗറ്റീവ് സപ്ലൈ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വയർ എടുത്തിട്ട് ഒരു നെഗറ്റീവ് സപ്ലൈ കൊടുക്കുക. ഓക്കെ, അതായത് ആദ്യത്തെ ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് സോഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് നെഗറ്റീവ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് X0 തൊട്ട് X7 വരെ നമുക്ക് ഇനി പോസിറ്റീവ് സപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പുഷ് ബട്ടണാണ് ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, പുഷ് ബട്ടണിലേക്കുള്ള വയറിങ് നേരെ X0 ടെർമിനൽ കണക്ട് ചെയ്യണം. സ്റ്റോപ്പ് ബട്ടണുള്ള X1 കമാൻഡിലേക്ക് നമ്മൾ സ്റ്റോപ്പ് കമാൻഡ് കൊടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വയറിങ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് പുഷ് ബട്ടണിലേക്കുള്ള വയറിങ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ
സ്റ്റാർട്ട് ബട്ടൺ, ഇത് സ്റ്റോപ്പ് ബട്ടൺ. ഓക്കെ, ഇത് X0 കമാൻഡിലേക്ക് പോകുന്നു, ഇത് X1 കമാൻഡിലേക്ക് പോകുന്നു. ഓക്കെ, രണ്ടും നമ്മുടെ ഇൻപുട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വയറിങ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ NO ബ്ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രോഗ്രാമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പോസിറ്റീവ് സപ്ലൈ നമുക്കിവിടെ കണക്ട് ചെയ്യണം. കാരണം എന്താ, നമ്മുടെ സിങ്ക് ഓൾറെഡി സോഴ്സ് നമ്മൾ ഓൾറെഡി നെഗറ്റീവാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള വയറിങ് നോക്കാം. നമ്മൾ രണ്ട് ബട്ടൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് പോസിറ്റീവ് സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതാകുമ്പോൾ ഒരു മെയിൻ വയർ കൊണ്ടുവന്നാൽ മതി നമുക്ക് ഈ ബോർഡിലേക്ക്. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റോപ്പ് ബട്ടണിലേക്കുള്ള സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ നമ്മൾ എന്ത് ചെയ്യണോ, ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് എടുക്കട്ടെ. ഇത് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് നമ്മൾ ഒരു സപ്ലൈ പോസിറ്റീവ് സപ്ലൈക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനുള്ള SMPSലൊരു പോർട്ടും കൂടെ നമുക്ക് ഉണ്ട്, അതുകൊണ്ട് നമ്മളിതിനകത്ത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വിച്ചിലേക്ക് വേണ്ട പോസിറ്റീവ് സപ്ലൈ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് X0ലേക്കും X1ലേക്കുമുള്ള കമാൻഡ് വയർ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ അടുത്തൊരു കേബിൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ. ഞാനത് നമ്മുടെ PLCയുടെ X0 ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അടുത്തത് X2ലേക്കുള്ളൊരു X1ലേക്കുള്ള വയർ ചെയ്യണം, സ്റ്റോപ്പ് ബട്ടൺ. ഓക്കെ, അത് ഞാൻ ഇവിടുന്ന് എടുക്കുവാണ്. അത് നമ്മൾ PLCയുടെ ഇൻപുട്ട് ടെർമിനലിൻ്റെ X1 എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നത് പുഷ് ബട്ടണും, അതായത് സ്റ്റാർട്ടും സ്റ്റോപ്പും. ഓക്കെ, X0 X1. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് സപ്ലൈ നമ്മൾ SMPS ഡയറക്റ്റ് എടുത്ത് ഇവിടെ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്കാണ് ലൂപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഓരോ ഇൻപുട്ടും, അതായത് ഓരോ കമാൻഡ് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഒന്ന് X0ൽ കൊടുത്തിരിക്കുന്നു, ഒന്ന് X1ൽ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻപുട്ട് വയറിങ്. ഓക്കെ, അപ്പോൾ ഞാനത് പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സപ്ലൈ ഓൺ ചെയ്തിട്ട് ഈ വയറിങ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് കമാൻഡ് അവിടെ കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, അതിനായിട്ട് ഞാൻ അതായിട്ട് സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയും. സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ X0ക്ക് ഓരോ ബ്ലിങ്കിങ് ലൈറ്റുകളുണ്ട്. ഓക്കെ, അതായത് സ്റ്റാർട്ട് കമാൻഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ X0 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രോപ്പറായിട്ട് X0ലേക്കാണ് നമ്മുടെ സ്റ്റാർട്ട് കമാൻഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്റ്റോപ്പ് ബട്ടൺ X1ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും നമ്മുടെ X1 ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്തിരിക്കുന്ന വയറിങ് ഏകദേശം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയറിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട്, സപ്പോസ് ഞാനൊരു ഫസ്റ്റ് Y0 ഔട്ട്പുട്ട്, അതായത് ഒരു ലൈറ്റോ ഫാനോ എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഞാനൊരു ലൈറ്റ് യൂസ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബ്ലിങ്ക് ചെയ്യണമല്ലോ, എങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് അറിയാം. അപ്പോൾ 24 വോൾട്ടിൻ്റെ ഒരു ലൈറ്റാണ്, ഞാൻ ഇൻഡിക്കേറ്റർ ലൈറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ടെർമിനലിൽ നിന്ന് വയർ ചെയ്യാം നോക്കാം. ഓക്കെ, അതിനായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം. നമ്മുടെ 24 വോൾട്ടിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് സപ്ലൈ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെഗറ്റീവ് സപ്ലൈ ഡയറക്റ്റ് അങ്ങ് കൊടുക്കാം. ഓക്കെ, ഇൻഡിക്കേറ്ററിൽ
അപ്പോൾ ഈ വയർ ഞാൻ SMPS-ൽ നിന്ന് 24 വോൾട്ടിൻ്റെ SMPS-ൻ്റെ നെഗറ്റീവ് സൈഡിൽ ഞാൻ ഡയറക്റ്റ് കൊടുക്കുവാണ്. ഓക്കെ, ഈ രണ്ട് കേബിൾ യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ മിക്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം പ്ലസും മൈനസും ചിലപ്പം കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻഡിക്കേറ്ററിൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മുടെ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി വൃത്തിയായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മുടെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യേണ്ടത് കമാൻഡ് കിട്ടിയതിന് ശേഷം നമ്മുടെ ഔട്ട്പുട്ട് കോയിലിൽ നിന്നാണ് ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു കോമൺ വരുന്നുണ്ട്. ബാക്കി 4 ഔട്ട്പുട്ടും സെയിം ഒരൊറ്റ കോമൺ ആണ്. അപ്പോൾ നമുക്കത് AC DC എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇപ്പോൾ 24 വോൾട്ട് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു പോസിറ്റീവിൻ്റെ കോമൺ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അതിനായിട്ട് പോസിറ്റീവ് സപ്ലൈയിൽ നിന്ന് നമ്മുടെ PLCയുടെ ഔട്ട്പുട്ട് പോർഷനിലുള്ള കോമണിൽ 24 വോൾട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡൽ DVP-12SA2 എന്ന് പറയുന്ന മോഡലിന് ഒറ്റ കോമണേ ഉള്ളൂ. ഈ ഒരു PLCയിൽ 4 ഔട്ട്പുട്ടും നമുക്ക് സെയിം കോമൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് Y0 ആണല്ലോ നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഔട്ട്പുട്ട് നമ്മൾ Y0 കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഔട്ട്പുട്ടിൻ്റെക്കുള്ള വയറ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് നമ്മുടെ ബ്ലിങ്ക് ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്ന ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്യണം Y0. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ Y0 ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ യെല്ലോ ഇൻഡിക്കേറ്റർ. ഓക്കെ, ആ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ 24 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോമൺ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് SMPS-ന് ഒരു നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് Y0-ലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ Y0-ക്കും Y1 Y2 Y3 എല്ലാത്തിനും കൂടി ഒരൊറ്റ കോമൺ ആയതുകൊണ്ട് ഞാനിവിടെ ഡയറക്റ്റ് ഒരു പോസിറ്റീവ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര സിമ്പിളായിട്ട് ഇത്ര കണക്ഷൻ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമാൻഡ് പോകുന്നുണ്ട്, പക്ഷേങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് കൊടുത്താൽ കമാൻഡ് പോകുന്നുണ്ട്, പക്ഷേ വർക്ക് ആവാത്തതുകൊണ്ട് സ്റ്റോപ്പ് ആവുന്നില്ല. ഓക്കെ, അപ്പം ഇനി ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനാവശ്യമായൊരു പ്രോഗ്രാമുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ അതിൻ്റെ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരുപാട് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഓരോ പ്രോജക്റ്റിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് വയറിങ് ചെയ്ത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി നിർത്തുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.